സോ ഇന്ന് രാവിലെ നമ്മൾ പോയ കോഫി പ്ലാന്റേഷനിൽ അവർ ബേസിക്കലി എങ്ങനെയാണ് കോഫി പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവിടെ അവർ അവരുടെ സ്പെഷ്യാലിറ്റീസ് എന്താണ്, ഈ കോഫിയുടെ ഇവിടെ ഈ ഏരിയയിൽ വളരുന്ന ഹവായിയിൽ ബിഗ് ഐലൻഡിൽ വളരുന്ന കോഫിയുടെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം അവർ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ ദിവസവും ഇത് ഒരു ഉച്ച കഴിയുമ്പോൾ എല്ലാ ദിവസവും ചെറുതായിട്ടൊരു മഴയുണ്ട്. രാവിലെ സമയങ്ങളിലൊക്കെ നല്ല ചൂടും ഹ്യൂമിഡിറ്റിയുള്ള നല്ല ചൂടും സൺലൈറ്റും ഒക്കെ കിട്ടും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മഴയുണ്ട്. അതൊരു നല്ല കോമ്പിനേഷനാണ് കോഫി പ്ലാന്റ്സ് ഗ്രോ ചെയ്യാനായിട്ട്. പിന്നെ വലിയ തോതിൽ വളമൊന്നും ഇടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വോൾക്കാനിക് ആഷസിനകത്ത് അല്ലെങ്കിൽ വോൾക്കാനിക് റോക്കിനകത്ത് കൂടെ മഴവെള്ളം ഇറങ്ങിയിട്ട് അതിനകത്തുള്ള മിനറൽസ് എല്ലാം ഈ മണ്ണിലേക്ക് ഇറങ്ങി മണ്ണ് കൂടുതൽ ഫലഭൂയിഷ്ടിയുള്ളതാണ് ഇവിടെ. പക്ഷേ ഈ മിനറൽസ് എല്ലാം മോർ അസിഡിക് ആണ് പോലും. അപ്പം മണ്ണിനെ കൂടുതൽ അസിഡിക് ആക്കും. പക്ഷേ അങ്ങനെ വിചാരിച്ച് കോഫി ബീൻസ് ഒന്നും കോഫി ബീൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ റോസ്റ്റ് ഒക്കെ ചെയ്ത് എടുത്തു കഴിയുമ്പോൾ കോഫിക്ക് അധികം അസിഡിറ്റി ഉണ്ടാവണമെന്നില്ല, ഈവൻ ദോ മണ്ണ് അസിഡിക് ആണെങ്കിലും. പിന്നെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എവറി 5 yearsൽ ഇവരിത് പ്രൂൺ ചെയ്യും. അതെന്തിനാ ഇങ്ങനെ പ്രൂൺ ചെയ്യണമെന്ന് വെച്ചാൽ കൂടുതൽ വിളവുണ്ടാവും. പിന്നെ അതുപോലെ അങ്ങ് വലിയതായിട്ട് വളർന്നു പോവാതെ കൂടുതൽ വിളവുണ്ടാവാനും കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടായിട്ട് കൂടുതൽ കാപ്പി കുരുക്കളുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ റോസ്റ്റിങ്ങിൻ്റെ കഥകളൊക്കെ പറഞ്ഞത് ഇത് ഇവർ ഹാൻഡ് പിക്ക് ചെയ്യും. എന്ന് വെച്ചാൽ കൈ കൊണ്ട് പോയി പറിക്കും. വിളഞ്ഞത് മാത്രമേ പറിക്കുകയുള്ളൂ, പിഞ്ചൊന്നും പറിക്കില്ല. വലിയ ലാർജ് പ്രൊഡക്ഷൻ സ്കെയിലാണെങ്കിൽ മെഷീൻസാണ് ഉപയോഗിക്കുന്നത്. അപ്പം മെഷീൻ കൊണ്ടെല്ലാം ഒന്നിച്ച് റോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഹാൻഡ് പിക്ക് ചെയ്യുന്നതുകൊണ്ട് ക്വാളിറ്റി മച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അവർക്ക് 6 ഏക്കർ, നമ്മൾ പോയ കോഫി അവിടെ ടേസ്റ്റ് ചെയ്യാൻ പോയ അവിടെ 6 ഏക്കറാണ് അവർക്കുള്ളത്. പിന്നെ അത് കൂടാതെ അവർക്കൊരു 48 acresഉം ഉണ്ട്. ഈ 6 ഏക്കറിലാണ് അവർക്ക് ഇങ്ങോട്ട് 18 എംപ്ലോയീസ് ഉണ്ട്. അവിടെ അവരെല്ലാവരും ചേർന്നാണ് കൈകൊണ്ട് പറിച്ച് കാപ്പിക്കുരു പറിച്ച് ചിലത് അതിൻ്റെ ആ പൾപ്പില്ലേ, അവർ കോഫി ചെറീസ് എന്ന് പറയുന്ന കാപ്പിക്കുരുവിനെ, എന്നിട്ട് അതിൻ്റെ ചെറിയുടെ കളറും അങ്ങനെയാണല്ലോ, ഒരു റെഡ് കളർ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗമാകുമ്പോഴാണ് പറിച്ചിട്ട് അതിൻ്റെ തൊലി കളയാൻ വേണ്ടി അവർ വെള്ളത്തിലിട്ട് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് അപ്പോൾ ഈസിയാണ് തൊലി ഡീപ്പ്. അല്ലെങ്കിൽ ഒരു മെഷീനുണ്ട്, അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ മെഷീൻ കറങ്ങുമ്പോൾ അതിൻ്റെ വെളിയിലുള്ള തോട് കളയും. തോട് പോയിട്ട് വെളിയിലേക്ക് വരുന്ന കാപ്പിക്കുരുവിനെ അവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബേസിക്കലി അതിൻ്റെ കുറച്ചൊരു എന്താ പറയുക, തൊലിയുടേതായ അതും ഒരു ഷുഗറി കോട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ ഈ കുരുവിൻ്റെ വെളിയിൽ. അപ്പോൾ അത് കളയാൻ വേണ്ടി അവർ ഇട്ട് ഫെർമെൻറ്റ് ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് പൊടിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ചിലതിൻ്റെ തൊലികളും അവർ തൊലി കുറച്ച് വെച്ചിട്ട് അത് വളരെ കെയർഫുള്ളി ഡ്രൈ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഈ തൊലി വെച്ചാൽ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൂത്തു പോകാൻ ചാൻസ് ഉണ്ട്, വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് അത് അങ്ങനെ ഒരു ഗ്രൂപ്പ് എടുത്തവർ. അപ്പം ഇതിൻ്റെയൊക്കെ റീസൺ എന്തിനാ ഇങ്ങനെ വേറെ ഡിഫറെൻറ്റ് രീതിയിൽ ഇത് ഡ്രൈ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആവുമല്ലോ. തൊലി വെച്ചിട്ട് ഡ്രൈ ചെയ്ത് പൊടിക്കണതിന് വേറൊരു ടേസ്റ്റാണ്, തൊലി ഇല്ലാതെ ഇതിന് വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ ഈ കുരുക്കൾ എങ്ങനെ ഇരിക്കുന്നത്, അതായത് ഈ കാപ്പിക്കുരു എടുത്തു കഴിയുമ്പോൾ ചില കാപ്പിക്കുരു 2 എണ്ണം ഒന്നിച്ചിരിക്കുന്ന പോലത്തെ ഉണ്ട്. അപ്പം അതിന് കുറച്ചും കൂടെ ഡീപ്പർ ഫ്ലേവേഴ്സാണ്, അല്ലാത്തതിനൊക്കെ കുറച്ച് മൈൽഡർ ഫ്ലേവറാണ്. പിന്നെ ഈ കാപ്പി ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. ആ ടേസ്റ്റ് ചെയ്യുന്ന അവർ പല ടെസ്റ്റിങ്ങിൽ കൂടെ കടന്നു പോയിട്ട് അവരുടെ ടേസ്റ്റ് ബഡ്സ് നമ്മളെക്കാളും ഒക്കെ മച്ച് ബെറ്ററാണ്. അപ്പോൾ അവർക്ക് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് പിക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് കാപ്പി കുടിക്കുമ്പോൾ ഇത് കുറച്ച് സ്ട്രോങ് കോഫിയാ അല്ലെങ്കിൽ ഇത് റെഗുലർ കോഫിയാ അങ്ങനെയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് മോസ്റ്റ് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്, സാധാരണ ആൾക്കാർക്കുള്ള. പക്ഷെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നവർ അതൊരു ജോലിയാണ് അവരുടെ. അത് ഒത്തിരി കടമ്പകൾ കടന്ന് നോക്കിയിട്ട് ആർക്കാണ് ഈ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റണേന്ന് അവർ മനസ്സിലാക്കും.
എന്നിട്ട് അങ്ങനെയുള്ളവർക്കാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത്. അപ്പോൾ അവരാണ് ഇത്തരം കോഫികളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് അതിന് പറയുന്ന ഇന്ന ഫ്ലേവർ ഉണ്ട്, നട്ടി ഫ്ലേവർ ഉണ്ട്, എർത്തി ഫ്ലേവർ ഉണ്ട്, അല്ലെങ്കിൽ സിട്രസി ഫ്ലേവർ. സോ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിവുള്ള ആളുകളുണ്ട്. അപ്പം അവരാണ് ഈ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന ഓരോ കോഫിക്ക്. പിന്നെ ജിയോഗ്രാഫിക്കലി കോഫീസ് പ്ലാൻ ചെയ്യുന്ന, അതായത് ആഫ്രിക്കൻ സ്ഥലങ്ങളിലുള്ള കോഫിയുണ്ട്, ഇവിടെ സൗത്ത് അമേരിക്കൻ കോഫീസ് ഉണ്ട്, പിന്നെ ഇവിടെ ഹവായിൽ വളരുന്ന കോഫിയുണ്ട്. എല്ലായിടത്തെയും കോഫി ഈ അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ചാണ് ടേസ്റ്റ് മാറണത്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ മാറുന്നത്. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ സ്പെഷ്യാലിറ്റി ഉണ്ട്. പിന്നെ പല ആളുകൾക്കും പല ടേസ്റ്റാണ് ഇഷ്ടമാവണത്. ചിലർക്ക് റെഗുലർ ഇഷ്ടമാണ്, ചിലർക്ക് എന്താ പറയുക കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള കോഫിയാണ് ഇഷ്ടം. അങ്ങനെയൊക്കെ പല പല രീതിയിലുണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് അറിയത്തില്ല, പക്ഷേ അവിടെ ഒരുപാട് കോഫി ടൈപ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് അവർ നമ്മളോട് ചോദിക്കും നമുക്ക് ടേസ്റ്റ് ചെയ്യണോ ഏതെങ്കിലും കോഫികൾ, നമുക്ക് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു ബ്രോഷർ പോലെ തരും, അതിനകത്ത് പല കോഫികളുണ്ട്, കോഫിയുടെ പേരുകളുണ്ട്, അതിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് അവർ ഈ ടേസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലായ ഫ്ലേവേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഡിസൈഡ് ചെയ്യണം ഏതാണ് നമുക്ക് വേണ്ടത്, നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് അത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ടേസ്റ്റ് ചെയ്യാൻ $15 15 രൂപ കൊടുക്കണം. അപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ കോഫി മേക്കറിൽ അവർ കോഫി ഉണ്ടാക്കി തരും, ഒരു ടൈമറും തരും. അപ്പോൾ ആ ടൈമർ കഴിയുമ്പോഴാണ് നമ്മൾ കോഫി ടേസ്റ്റ് ചെയ്യുന്ന ഓരോന്നോരോന്ന്. അവർ പറയും മൈൽഡർ വേർഷനിൽ നിന്ന് മോർ ഡാർക്കർ അല്ലെങ്കിൽ മോർ സ്ട്രോങ്ങർ കോഫി കുടിക്കണം. ആദ്യം സ്ട്രോങ് കുടിച്ചാൽ പിന്നെ കുടിക്കണം, അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവില്ല പോലും. അതുകൊണ്ട് അവർ തന്നെ പറയും ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തതിന് ഏതാണ് ആദ്യം കുടിക്കേണ്ടത്, പിന്നെ കുടിക്കേണ്ടത് ഏതാ, ഏറ്റവും അവസാനം കുടിക്കേണ്ടത് ഏതാ, അങ്ങനെയൊക്കെ പറയും അവർ. പിന്നെയാണ് താഴേക്ക് അവരുടെ കടയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ പല ടൈപ്പിലുള്ള നമ്മൾ ഈ ടേസ്റ്റ് ചെയ്ത പല ടൈപ്പ് കോഫികൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പം അത് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. ആരും ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഒരു ഗ്രേറ്റർ വേ ഓഫ് മാർക്കറ്റിങ്ങുമാണ് ഇത് കേട്ടോ. കാരണം നമ്മൾ പലപ്പോഴും കാണും നമ്മുടെയൊക്കെ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ വളരെ ഫോഴ്സ്ഫുൾ മാർക്കറ്റിങ്ങാണ്. അത് വേണമെന്ന് ചോദിച്ചിട്ട് അത് ഈ ഫോറിനേഴ്സിനൊക്കെ പൊതുവെ അത് വളരെ അരോചകരമാണ്. കാരണം അവർ യൂസ്ഡ് അല്ല അങ്ങനത്തെ മാർക്കറ്റിങ്. നമ്മൾ വളരെ നല്ല അപ്പീലിംഗ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ തൊട്ട് നമ്മൾ എന്താണ് സെല്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ. ഞങ്ങളൊക്കെ ഉള്ള സമയത്തൊക്കെ അങ്ങനെയല്ലായിരുന്നു, പക്ഷെ ഇപ്പോഴൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, പക്ഷേ നമ്മളതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നു. സോ end of the day a customer feel like kind of obligated to buy. It's not necessary you have to buy, but if you feel like നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് ആണ് എപ്പോഴും നല്ലത്. കാരണം അതുപോലത്തെ മാർക്കറ്റിംഗ് ആണ് ഇവിടുത്തെ ആളുകൾ മോസ്റ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ളത്. അപ്പം ഞാനിത് കണ്ടപ്പോൾ ഞാൻ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. And you guys are here for my 9 o'clock tour too? What's the name? For the longest, which is why it's been given that name and has become standard. I can almost guarantee that the cup of Kona coffee you've tried before, if you have ever tried it, has probably come from this varietal you're looking at. But yeah, so this right here is 6 acres of Kona coffee orchard. But since getting this spot back up and running and needing to expand, we have since opened a 40-acre farm a little further south. It's about 10 minutes up the road. And that one you'll find lots of other different varieties. We have species of trees from Ethiopia, Kenya, Panama, and Brazil. But they are still Kona coffee because they are grown right here in the Kona Coffee Belt, which is what you're standing in. It's a very, very small blip on the map. It's only about 3 miles wide and 28 miles long, which is why all the coffee farms you pass are condensed right here and on top. We take it off
we will dehydrate that and turn it into a tea that I'm about to pass out for you to smell, and then I'm going to pass it out for you to try. So take it, sniff it, pass it around. There. But yeah, this actually surprises folks to know that this is the stage of coffee's life cycle where it has the highest amount of caffeine. Try that. I'm gonna pass it out in a little bit and you'll get to try it for the first time. But cafes around here will do the same thing where they'll add like lemongrass or like lavender and things to flavor it. We don't flavor ours with anything. Sorry about that, guys, but you're very welcome. ഇവിടെ കോഫിയുടെ ഇത് സാമ്പിൾസ് ഉണ്ട്. ഐ മീൻ the different roast, medium roast and dark roast. രണ്ട് കോഫിയും എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുടിക്കാനൊന്നും പോയില്ല. പിന്നെ ഇവിടെ കോഫിയുടെ സാമ്പിൾസ് പ്ലസ് കോംപ്ലിമെൻ്ററി notes. Yeah, that's beautiful. So even the pricing, one coffee sample half press $6, full press $12, 3 samples half $15, and full flight $30. So നോക്കി കേട്ടോ, ഇത് കോഫി മേക്കർ ചെറിയ ചെറിയ കപ്പ് വെച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് റോസ്റ്റ്, മീഡിയം റോസ്റ്റിൻ്റെ ഡാർക്ക് റോസ്റ്റ്, peaberry, I don't know what that is, honey, medium roast, natural. Yeah. So ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഇതിലേതാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ ഓരോ ആളുകളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആയിരിക്കും. Yeah. It's so nice. ഇതെല്ലാം മരത്തിൽ ചെയ്തിരിക്കുന്നത്, ഒരു കാർവ് ചെയ്ത് ഈ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇതൊരു ഹ്യൂമൻ ബീയിങ്ങിനെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്ന വരച്ചിരിക്കുന്ന കണ്ടോ. എന്ത് ഭംഗിയായിട്ട് അത് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് നോക്കുക. കാണുന്ന ഒരു കായ കണ്ടോ, ഒരു ചെടി. ഇതിൻ്റെ പേര് എഴുതിയിരിക്കുന്ന ഇന്ത്യൻ മൾബറിന്ന്. കഴിക്കാൻ കൊള്ളത്തില്ല, പക്ഷേ ഇത് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. പോളിനേഷ്യൻ പീപ്പിൾ കൊണ്ടുവന്ന അവർ വന്നപ്പം, അതായത് അതിന് മെഡിസിനൽ വാല്യൂ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് നേറ്റീവ് അമേരിക്കൻസിൻ്റെ നേറ്റീവ് ഹവായിയൻസിൻ്റെ സീക്രട്ട് പ്ലേസാണ്. സോ വിത്ത് റെസ്പെക്റ്റോടു കൂടി, സൈലൻറ്റ്, ഒത്തിരി സൗണ്ടൊന്നും ഉണ്ടാക്കാതെ റെസ്പെക്റ്റോടു കൂടി പോകണമെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ഹവായിയൻ ഗോഡ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഒരു സീനിക് റൗട്ടാണ് എടുക്കുന്നത് കേട്ടോ. ആ കോഫി പ്ലാന്റേഷനിൽ നിന്ന് നമ്മൾ പോന്നു. അവിടെ കുറച്ച് കോഫി ടേസ്റ്റ് ചെയ്തു, പിന്നെ 2 പാക്കറ്റ് കോഫി വാങ്ങിച്ചു. പിന്നെ ഇപ്പോൾ വേറെ ഒരു ഒരു നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റിലേക്ക് പോവുക നമ്മൾ. വെള്ളം ഒത്തിരി രസമാണ് കാണാനായിട്ട്. നല്ല ബ്ലൂ ഓഷൻ, എന്ത് ഭംഗി. ഇവിടെ സ്നോർക്ലിംഗ് ചെയ്യുന്നുണ്ട് പിള്ളേർ. ഇവിടെ സ്നോർക്ലിങ്ങിൻ്റെ ഗിയറൊക്കെ കിട്ടുമെന്ന് അവിടെ ആ കടയിൽ അവിടെ റെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിള്ളേരെല്ലാം പോകുന്നുണ്ട്. പിന്നെ കണ്ടോ അവിടെ ഒരു ബോട്ട് കിടക്കുന്നുണ്ടോ? അവിടെ കുറച്ചും കൂടെ ആഴമുണ്ടെന്ന് തോന്നുന്നു. അവിടെയും സ്നോർക്കിൾ ചെയ്യാൻ പറ്റും. അവിടെ കൊണ്ട് നിർത്തിയിട്ടിട്ട് പിള്ളേരൊക്കെ സ്നോർക്കിൾ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. നല്ല രസമാണ്, വെള്ളമൊക്കെ കാണാൻ നല്ല ഭംഗിയാണേ. ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിക്കുക. അത്ര നല്ലതായിരുന്നു. ശരിക്കും ഹവായിൽ വരുമ്പോൾ ഈ ബീച്ചസ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയാൽ റിയലി ഗുഡ്. വെള്ളത്തിന് നല്ലൊരു ടെമ്പറേച്ചറാണ്. ഇത് ഹൈ പ്രീസ്റ്റ് അവരുടെ ഗോഡും പ്രയറും ഒക്കെ ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഇത്, നേറ്റീവ് ഹവായിയൻസിൻ്റെ. സോ അവരൊരു സേക്രഡ് പ്ലേസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഈവൻ ഇത് വിസിറ്റ് ചെയ്യാൻ ഗോഡ്സിൻ്റെ പെർമിഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ഗോഡ്സിൻ്റെ പെർമിഷൻ ചോദിക്കണം. വിത്ത് മച്ച് റെസ്പെക്റ്റോടു കൂടി അത് വിസിറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ തെങ്ങുണ്ട് ഇവിടെ, നാട്ടിലെ പോലെ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. They're swimming, right? They're fish. They're swimming. They're fish. It's not leaves. They're fish. Yeah, they are Oh my fish. God. Oh wow! But they look like, yeah, they are. The yellow ones are fish. Yes, I thought it was leaf, but no, they are fish. I'm gonna step away from that. That's what we killed. This is ഈ റോക്ക് കണ്ടോ, ഫുള്ള് പോറസ് ആയിട്ടുള്ള റോക്ക്. ഇത് വോൾക്കാനിക് റോക്കാണ്. സോ ബേസിക്കലി ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വോൾ കണ്ടോ, ആ വോളിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഹൈ പ്രീസ്റ്റാണ്. അതായത് നമ്മുടെ ഹവായിയൻ ഓൾഡർ ജനറേഷനിലെ ഹൈ പ്രീസ്റ്റ് അവരാണ് അവിടെ യുനോ അതിനകത്ത് കയറാനുള്ള പെർമിഷൻ അവർക്കേ ഉള്ളൂ. സോ റിയലി സേക്രഡ് പ്ലേസ് ആണ്. പിന്നെ ആളുകൾ എന്തെങ്കിലും ലോ, കാപ്പു എന്ന് പറഞ്ഞാൽ അവരുടെ ലോ, എന്തെങ്കിലും കപ്പ എന്തെങ്കിലും ലോ ഇല്ലേ, ഹവായിയൻ ലോ എന്ന് വെച്ചാൽ നമുക്കിപ്പം ബേസിക്കലി അതായത് റൂൾസ് ബ്രേക്ക് ചെയ്താൽ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുന്നത് ആ ഏരിയയിൽ അവിടെ പോയി പ്രാർത്ഥിച്ച് അങ്ങനെയാണ്. സോ ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ ഒരു കുമ്പസാരിച്ച് ദൈവത്തോട് രമ്യത പ്രാപിക്കുന്ന പോലെ യു ഗെറ്റ് എ സെക്കൻഡ് ചാൻസ് ഇൻ ലൈഫ് ഇവരുടെ ബിലീഫിൽ. സോ വളരെ സേക്രഡ് പ്ലേസ് ആണിത്. സോ ഇപ്പം നമ്മൾ പോകുന്നത് സൗത്ത് പോയിന്റിലേക്കാണ്. അതായത് മെയിൻ ഹൈവേ 11 നിന്ന് ഓൾമോസ്റ്റ് 12 മൈൽസ് ഉണ്ട്. അതായത് ഈ സൗത്ത് പോയിന്റ് എന്ന് പറയുന്നത് സദേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ബിഗ് ഐലൻഡ് ഓഫ് ഹവായി. അതാണ്. സോ നമ്മൾ പോയിട്ട് അവിടെ നോക്കിയിട്ട് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അവിടെയും കുറച്ച് സ്ഥലം, ഐ മീൻ ഒരു ചെറിയൊരു റെക്രിയേഷണൽ ഏരിയ പോലെ ഉണ്ടാവും. അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് ഈ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. കുറേ ദൂരം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് 12 മൈൽസ് ഡ്രൈവ് ചെയ്ത മെയിൻ ഹൈവേ എന്ന് വന്നു കഴിഞ്ഞപ്പം ഒരു അറ്റം ഭാഗം ഇതാണ് ഈ പറയുന്ന സദേൺ മോസ്റ്റ് പോയിന്റ്. കുറേ ആൾക്കാർ ഫിഷ് ചെയ്യുന്നുണ്ട് ഇവിടെ. വണ്ടി കൊണ്ടുപോയിട്ടുണ്ടിരുന്ന് ഫിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ റെസ്റ്റ് റൂം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒരു കടകളൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ ഈ സമുദ്രത്തിനടുത്തായിട്ട് ഉള്ളൊരു പ്ലേസ്. റോക്ക് കണ്ടോ, ഭയങ്കര സ്കെയറി കേട്ടോ. കടൽ ഇവിടെ വന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ തുളയത് വലിയൊരു തുളയാണ് കണ്ടോ, വെള്ളം കണ്ടോ.
നോക്കിക്കോളത്തെ ഇവിടുത്തെ ഒരു ഫേമസ് ബേക്ക് ഹൗസ് ആണ്, ബേക്കറി. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു പുളിമരം നിൽക്കണം തൊട്ടടുത്ത്. ഇന്ന് ഫ്രൈഡേ ആണ്, ജൂലൈ 11th. നമ്മൾ 1 വീക്കിന് വേണ്ടിയാണ് പോയായിരുന്നേ, വെക്കേഷനെ. അപ്പം ഇതാണ് നമ്മളിങ്ങനെ വരുന്ന വഴി. ലാനിക്കോണ റോഡില്ലേ, അതാണിത്. ഇങ്ങനെ വന്നിട്ട് ഒരു നെയ്ബർഹുഡാണ് ഇത്. നമ്മളിങ്ങനെ ഒത്തിരി കാട് പോലെയാണ് കേട്ടോ. ബാക്കിലോട്ടൊക്കെ വീടുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് വഴിയുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഒരു Airbnb. നമ്മളിതൊരു ടൗൺ ഹോം പോലെ ഉണ്ട്. അപ്പം കുറച്ച് കുക്ക് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നേ. എന്താ വെച്ചാൽ നമ്മൾ വലിയ കുക്കിങ്ങിനൊന്നും പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെക്കേഷൻ വന്നതല്ലേ, നമ്മൾ സ്പെൻഡ് ചെയ്ത് വരുമ്പം മാക്സിമം എല്ലാം കാണാനുള്ളൊരു ശ്രമമായിരുന്നു. അതുകൊണ്ട് ചെറിയ ചായ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടാക്കി, അത്രയേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയായി ഈ പ്രോപ്പർട്ടി കാണാനായിട്ട് കേട്ടോ. രാത്രിയാകുമ്പോൾ ഭയങ്കര തവള കരയുന്ന സൗണ്ടൊക്കെ ഉണ്ട്. ഇതാണ് ഈ പ്രോപ്പർട്ടി. ഇതൊരു 3 യൂണിറ്റാണ്. 3 യൂണിറ്റാണെന്ന് പറയുമ്പം ഒരെണ്ണം നമ്മൾ കയറി വരുന്നിടത്ത് നമ്മൾ താമസിക്കുന്ന നടുക്കത്തെ യൂണിറ്റാണ്. പിന്നെ ഒരു ബിഗർ ഡെക്കുണ്ട് ഇവർക്കൊരു നല്ല വലിയ ഡെക്ക്. ഈ ഫസ്റ്റ് റൂമിൽ ഫസ്റ്റ് യൂണിറ്റിൽ ആളുണ്ട്, സെക്കൻഡ് യൂണിറ്റിലും ആളുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഒരു ലോങ് വരാന്ത ഉണ്ട്. അപ്പോൾ ഈവനിങ്ങിലൊക്കെ വെളിയിൽ വന്നിരിക്കാം. പക്ഷെ മൊസ്കിറ്റോ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ബഗ് റിപ്പല്ലൻ്റൊക്കെ തേച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്. കണ്ടോ എന്ത് വലിയൊരു വരാന്തയാന്ന് നോക്ക്. ശരിക്കും ഭയങ്കര വലുതാണ്. ഓഷൻ ആ സൈഡാണ്. ഇപ്പം ഞാനീ നടന്ന് വരുന്ന അങ്ങോട്ടേക്കാണ് ഓഷൻ. ഇതിവിടെ ഔട്ട്സൈഡിലൊരു ഔട്ട്സൈഡ് ഡൈനിങ് ഉണ്ട്. ഇവിടെ രാത്രിയിൽ ലൈറ്റൊക്കെ വരും, നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷെ നല്ല ഇരുട്ടാവും. വെളിയിലോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. അങ്ങനെ ഇത് കണ്ടോ, വീടുകളൊക്കെ ഉണ്ട് സൈഡിൽ. 2 വശത്തൊക്കെ വീടുണ്ട്. ഇവരിങ്ങനെ ഈ 2-3 പേര് കൂടി ഈ പ്രോപ്പർട്ടി ഇങ്ങനെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന. എപ്പോഴും ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഒരു കുറച്ച് എന്താ പറയുക, ടൗണിലെ ബഹളത്തിൽ നിന്നൊക്കെ മാറി താമസിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്. നമുക്ക് നല്ല പ്രൈവസി ഉണ്ട്. പിന്നെ അവരുടെ വാട്ടർ സ്റ്റോർ ചെയ്യുന്ന വാട്ടർ ടാങ്ക് അത്. നമ്മളിങ്ങനെ വരും. ഞാൻ അതിൻ്റെ അകം കൂടെ കാണിച്ചു തരാം. അത്ര ഭയങ്കര നീറ്റൊന്നും ആയിരിക്കില്ല. ഇപ്പം എല്ലാം വെളിയിൽ പോയിട്ട് വന്നേക്കുമല്ലേ. ആദ്യത്തെ ഫസ്റ്റ് ഡേയിലായിരുന്നെങ്കിൽ നല്ലതായിട്ട് ഇരുന്നേനെ. അല്ലെങ്കിൽ അത്രയൊന്നും ക്ലീൻ ആയിരിക്കത്തില്ല. നോക്കട്ടെ. സോ നമ്മളകത്ത് കയറി, വാതിൽ തുറന്നു, അകത്ത് കയറി വരുമ്പോൾ തന്നെ കണ്ടോ ഇങ്ങനെ റൂമും ഫസ്റ്റ് ഒരു സോഫയും ലിവിങ് പോലെയുണ്ട്. TV ഉണ്ട്. പിന്നെ ഞാൻ അടുക്കള കാണിക്കാം. ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട്, ഒരു ചെറിയ ഇലക്ട്രിക് സ്റ്റൗവ്, ഇൻഡക്ഷൻ കുക്കർ പോലെ ഇലക്ട്രിക് സ്റ്റൗ ഉണ്ട്. പിന്നെ കത്തി അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഒരു സിങ്ക്, ഒരു ചെറിയ ഫുഡ് കഴിക്കാനുള്ള ചെറിയ ടേബിൾ, കോഫി മേക്കർ, അതൊക്കെയുണ്ട്. പിന്നെ നമുക്ക് ഒരു കിഡ്സിന് ഉള്ള ഒരു ബങ്ക് ബെഡും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വളരെ മനോഹരമാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ബാത്റൂമാണ്. അഗെയിൻ പ്രിറ്റി സ്പേഷ്യസ് ആട്ടോ. കണ്ടോ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കുളിക്കാനും. പിന്നെ വാഷർ ആൻഡ് ഡ്രയറുണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ അലക്കാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്. അവിടെയും സാധനങ്ങളൊക്കെ ഉണ്ട്. TV ഉണ്ട്. അത്യാവശ്യം നമുക്ക് താമസിക്കാൻ, ഒരു വെക്കേഷൻ താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ.